മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയകളുടെ ചരിത്രത്തിൽ ഭയത്തിൻ്റെയും ചോരയുടെയും പര്യായമായിരുന്ന നെമസിയോ എൽമെഞ്ചോ ഒസെഗുരയുടെ അന്ത്യം ഒരു യുഗത്തിൻ്റെ അന്ത്യമായിരിക്കാം. പക്ഷേ അത് സമാധാനത്തിൻ്റെ തുടക്കമല്ലെന്ന് രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കുറ്റവാളികളിൽ ഒരാളും ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിൻ്റെ അധിപനുമായ എൽ മെഞ്ചോയെ സൈനിക നീക്കത്തിലൂടെ വധിച്ചത് മെക്സിക്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. എന്നാൽ ഈ വിജയം ആഘോഷിക്കാൻ പോലും സമയം നൽകാതെ മെക്സിക്കോയിലെ തെരുവുകൾ ഇപ്പോൾ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഒരു തലവൻ വീഴുമ്പോൾ പകരം വരാൻ പോകുന്ന അധികാര തർക്കങ്ങളും കാർട്ടൽ അനുയായികളുടെ അന്ധമായ പ്രതികാര നടപടികളും രാജ്യത്തെ ആകെ ഭീതിയുടെ നിഴലിലാക്കിയിരിക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ ജാലിസ്കോ സംസ്ഥാനത്തെ ടപാൽപ എന്ന ചെറുപട്ടണത്തിൽ നടന്ന സൈനിക നീക്കം അതീവ രഹസ്യവും എന്നാൽ അത്യന്തം അപകടകരവുമായിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മെക്സിക്കൻ സൈന്യത്തിൻ്റെയും കൃത്യമായ ഏകോപനത്തിലൂടെയാണ് ഈ ഓപ്പറേഷൻ വിജയിച്ചത്. 2025 രൂപീകരിച്ച ജോയിന്റ് ഇന്റർ ഏജൻസി ടാസ്ക് ഫോഴ്സ് കൗണ്ടർ കാർട്ടൽ നൽകിയ സാങ്കേതിക വിവരങ്ങളാണ് എൽ മെഞ്ചോയുടെ ഒളിത്താവളം കണ്ടെത്താൻ സഹായിച്ചത്. വെടിയേറ്റ നിലയിൽ പിടികൂടിയ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മെക്സിക്കോ സിറ്റിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഏകദേശം $15 മില്യൺ തലയ്ക്ക് വിലയിട്ടിരുന്ന ഈ 59-കാരൻ്റെ അന്ത്യം മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വലിയൊരു നേട്ടമാണ്. എന്നാൽ സൈനിക റെയ്ഡിന് പിന്നാലെ നടന്ന വെടിവെപ്പിൽ 6 കാർട്ടൽ അംഗങ്ങളും കൊല്ലപ്പെട്ടതും 3 സൈനികർക്ക് പരിക്കേറ്റതും ഈ പോരാട്ടം എത്രത്തോളം കഠിനമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. എൽ ചാപ്പോയെ പോലെയുള്ള പഴയകാല മയക്കുമരുന്ന് രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി എൽ മെഞ്ചോ തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത് അതിനൂതനമായ സൈനിക തന്ത്രങ്ങളിലൂടെയാണ്. 2009 രൂപീകരിക്കപ്പെട്ട ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ക്രിമിനൽ സംഘമായി മാറിയത്. സ്വന്തമായി ഡ്രോണുകൾ, വിമാനങ്ങളെ വെടിവെച്ചിടാൻ ശേഷിയുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ, അത്യാധുനിക കവചിത വാഹനങ്ങൾ എന്നിവ ഇവർക്കുണ്ടായിരുന്നു. വെറും മയക്കുമരുന്ന് കച്ചവടത്തിനപ്പുറം ഒരു സമാന്തര സൈന്യമായി ഇവർ വളർന്നു. മെക്സിക്കോയിലൂടെ അമേരിക്കയിലേക്ക് കടത്തുന്ന കൊക്കൈൻ, ഹെറോയിൻ, പ്രത്യേകിച്ച് ഫെന്റനൈൽ എന്നിവയുടെ പ്രധാന വിതരണക്കാർ ഇവരായിരുന്നു. തങ്ങളുടെ പാതയിൽ തടസ്സമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും പൊതുജനങ്ങളെയും അതിക്രൂരമായി കൊലപ്പെടുത്തി പ്രദർശിപ്പിക്കുന്നത് ഇവരുടെ രീതിയായിരുന്നു. എൽ മെഞ്ചോയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജാലിസ്കോയും അയൽ സംസ്ഥാനങ്ങളും അക്ഷരാർത്ഥത്തിൽ കത്താൻ തുടങ്ങി. മാർക്കോ ബ്ലോക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന രീതിയിൽ പ്രധാന റോഡുകൾ വാഹനങ്ങൾ കത്തിച്ച് തടഞ്ഞുകൊണ്ട് കാർട്ടൽ അംഗങ്ങൾ അഴിഞ്ഞാടുകയാണ്. ജാലിസ്കോയിൽ മാത്രം 25ലധികം പ്രധാന പാതകൾ ഇത്തരത്തിൽ തടസ്സപ്പെട്ടു. ടൂറിസ്റ്റ് കേന്ദ്രമായ പ്യൂർട്ടോ വലാർട്ടയിലും സമാനമായ ആക്രമണങ്ങൾ അരങ്ങേറി. സാധാരണക്കാരായ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് സ്റ്റേഷനുകൾക്ക് തീയിടുക, കടകൾ അടപ്പിക്കുക, യാത്രക്കാരെ വാഹനങ്ങളിൽ നിന്ന് വലിച്ചിറക്കുക തുടങ്ങിയ ക്രൂരതകൾ അരങ്ങേറുന്നു. ടാക്കോ സ്റ്റാളുകളിലും വീടുകളിലും ഒളിച്ചിരിക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ ജീവിതം മെക്സിക്കോയിലെ മയക്കുമരുന്ന് യുദ്ധത്തിൻ്റെ ഭീകരത വിളിച്ചോതുന്നു. ഈ ആക്രമണങ്ങൾ വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങളെ പോലും ബാധിക്കുമോ എന്ന ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. മെക്സിക്കോയിലെ സാഹചര്യം കണക്കിലെടുത്ത് അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് കർശനമായ യാത്രാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം മെക്സിക്കോയ്ക്ക് മേൽ ചെലുത്തിയ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലം കൂടിയാണ് ഈ സൈനിക നീക്കം എന്ന് വിലയിരുത്തപ്പെടുന്നു. ഫെന്റനൈൻ കടത്ത് തടയുന്നതിൽ മെക്സിക്കോ പരാജയപ്പെട്ടാൽ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എൽ മെഞ്ചോയുടെ മരണം മെക്സിക്കോയ്ക്കും ലാറ്റിൻ അമേരിക്കയ്ക്കും ഗുണകരമാണെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമ്പോഴും താഴെത്തട്ടിലുള്ള സുരക്ഷാ ഭീഷണികൾ അവഗണിക്കാൻ കഴിയില്ല. മെക്സിക്കോയിലെ ഇന്ത്യൻ എംബസിയും അതുപോലെ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കുമായി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും പ്രാദേശിക വാർത്തകൾ ശ്രദ്ധിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു. ഒരു കാർട്ടൽ തലവൻ കൊല്ലപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം ആ സംഘടനയ്ക്കുള്ളിലുണ്ടാകുന്ന അധികാര തർക്കമാണ്. എൽ മെഞ്ചോയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യം CJNGക്കുള്ളിൽ വലിയൊരു രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാം. കൂടാതെ ദുർബലമാകുന്ന CJNGയുടെ മേഖലകൾ പിടിച്ചെടുക്കാൻ എതിരാളികളായ സിനലോവ കാർട്ടൽ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഇത് രാജ്യത്തുടനീളം പുതിയ മാഫിയ യുദ്ധത്തിന് തിരികൊളുത്തിയേക്കാം. ഒരു ക്രിമിനൽ നെറ്റ്വർക്കിൻ്റെ തലവനെ ഇല്ലാതാക്കുന്നത് കൊണ്ട് മാത്രം ആ ശൃംഖല തകരില്ല എന്നത് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നു. എൽ ചാപ്പോയുടെ അറസ്റ്റിനു ശേഷം സിനലോവ കാർട്ടൽ കൂടുതൽ ശാഖകളായി പിരിഞ്ഞ് കൂടുതൽ അക്രമാസക്തമായ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനാൽ എൽ മെഞ്ചോയുടെ മരണം ഒരു വിജയമായിരിക്കുമ്പോഴും അത് മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കഠിനമായ ദിനങ്ങളുടെ തുടക്കം മാത്രമായിരിക്കും. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടം എന്നത് വ്യക്തികളെ വേട്ടയാടുന്നതിലുപരിയായി ആ വ്യവസ്ഥിതിയെ തന്നെ തകർക്കുന്ന ഒന്നായി മാറേണ്ടതുണ്ട്.
അതിർത്തി കടന്നുള്ള ലഹരി വ്യാപനം, അനധികൃത ആയുധക്കടത്ത്, പണം വെളുപ്പിക്കൽ എന്നിവയ്ക്കെതിരെ ആഗോളതലത്തിൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടായാൽ മാത്രമേ മെക്സിക്കോയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. എൽ മെഞ്ചോ എന്ന വ്യക്തി അവസാനിച്ചേക്കാം, പക്ഷേ അയാൾ പ്രതിനിധീകരിച്ച അക്രമാസക്തമായ സംസ്കാരം ഇല്ലാതാക്കാൻ ഇനിയും വർഷങ്ങളോളം നീളുന്ന പോരാട്ടം ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.